സെന്റർ ഫ്രഷ് എന്ന ചൂയിംഗമ്മിന്റെ ആരംഭം ഒരു സാധാരണ സ്റ്റാർട്ടപ്പ് കഥയായിരുന്നില്ല. കുറച്ചുപേർ ചേർന്ന് പുതിയൊരു ആശയം ചെറിയ രീതിയിൽ തുടങ്ങി പതിയെ വളർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ സാധാരണയായി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. എന്നാൽ സെന്റർ ഫ്രഷിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിഠായി നിർമ്മാതാക്കളിലൊന്നായ പെർഫെറ്റി വാൻ മെല്ലെ എന്ന വൻകിട കമ്പനിയുടെ ഉൽപ്പന്നമാണ്. പെർഫെറ്റി വാൻ മെല്ലെ എന്നത് ഇറ്റലിയിലും നെതർലാൻഡ്സിലും ആസ്ഥാനമുള്ള ഒരു ആഗോള കമ്പനിയാണ്. അവർ ലോകമെമ്പാടും പലതരം മിഠായികളും ചൂയിംഗ് ഗമ്മുകളും വിൽക്കുന്നുണ്ട്. സെന്റർ ഫ്രഷ് കൂടാതെ സെന്റർ ഷോട്ട്, ആൽപെൻലീബെ, ചിംഗംസ്, ഹാപ്പിഡന്റ് തുടങ്ങിയ നിരവധി പ്രശസ്ത ബ്രാൻഡുകൾ അവർക്കുണ്ട്. 1990കളിൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം കൂടുതൽ തുറന്നുകൊടുക്കാൻ തുടങ്ങിയപ്പോൾ വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ എളുപ്പമായി. ഈ സമയത്താണ് പെർഫെറ്റി വാൻ മെല്ലെ ഇന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യൻ വിപണിയിൽ ചൂയിംഗ് ഗമ്മുകൾക്ക് വലിയ സാധ്യതയുണ്ടെന്നും ആളുകൾക്ക് പുതിയതും വ്യത്യസ്തവുമായ ഉൽപ്പന്നങ്ങൾ ഇഷ്ടമാണെന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് 1994 ഒക്ടോബറിൽ സെന്റർ ഫ്രഷ് ഇന്ത്യയിലെത്തുന്നത്. സാധാരണ ചൂയിംഗ് ഗമ്മുകളിൽ നിന്ന് വ്യത്യസ്തമായി സെന്റർ ഫ്രഷിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതിന്റെ പുറംഭാഗം ചൂയിംഗ് ഗമ്മാണെങ്കിലും ഉള്ളിൽ ദ്രാവക രൂപത്തിലുള്ള മധുരമുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടായിരുന്നു. ഇത് അക്കാലത്ത് ഇന്ത്യൻ വിപണിയിൽ ഒരു പുതിയ അനുഭവമായിരുന്നു. ചൂയിംഗ് ഗം കടിക്കുമ്പോൾ വായിൽ നിറയുന്ന ആ മധുരമുള്ള ദ്രാവകം ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പുതിയ ഉൽപ്പന്നം വിപണിയിലെത്തുമ്പോൾ അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നത് പ്രധാനമാണ്. പെർഫെറ്റി വാൻ മെല്ലെ ഇതിനായി വലിയ തുക പരസ്യങ്ങൾക്കായി മുടക്കി. സെന്റർ ഫ്രഷിന്റെ പരസ്യങ്ങൾ അക്കാലത്ത് വളരെ ശ്രദ്ധേയമായിരുന്നു. ചലി ഹവാ മസ്താനി എന്ന പരസ്യവാചകത്തോടുകൂടിയ പരസ്യങ്ങൾ ടെലിവിഷനിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടു. ഈ പരസ്യങ്ങൾ ആളുകളെ ചിരിപ്പിക്കുകയും ഉൽപ്പന്നത്തിന്റെ പ്രത്യേകത എടുത്തുകാണിക്കുകയും ചെയ്തു. സെന്റർ ഫ്രഷ് കഴിക്കുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന അവസ്ഥയാണ് പരസ്യങ്ങളിൽ പ്രധാനമായും കാണിച്ചത്. അതായത് ആളുകൾ സെന്റർ ഫ്രഷ് കഴിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഉള്ളിലെ ദ്രാവകം കാരണം അവർക്ക് ശരിക്ക് സംസാരിക്കാൻ കഴിയാതെ വരികയും രസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതായിരുന്നു പരസ്യങ്ങളുടെ പ്രമേയം. ഇത് വളരെ പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ തരംഗമായി. ഒരു സ്റ്റാർട്ടപ്പിന് സാധാരണയായി സ്വന്തമായി പണം കണ്ടെത്തുകയും ടീമിനെ ഉണ്ടാക്കുകയും ഉൽപ്പന്നമുണ്ടാക്കാൻ തുടക്കം മുതൽ കഷ്ടപ്പെടുകയും വേണം. എന്നാൽ പെർഫെറ്റി വാൻ മെല്ലെ എന്ന കമ്പനിക്ക് ഈ കാര്യങ്ങളൊന്നും പുതിയതായി ചെയ്യേണ്ടി വന്നില്ല. അവർക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുണ്ട്, വിതരണ ശൃംഖലയുണ്ട്, പരിചയസമ്പന്നരായ ആളുകളുമുണ്ട്. അവർ ചെയ്തത് തങ്ങളുടെ അറിവും വിഭവങ്ങളും ഉപയോഗിച്ച് ഇന്ത്യൻ വിപണിക്ക് അനുയോജ്യമായ ഒരു ഉൽപ്പന്നം കണ്ടെത്തുകയും അതിവിടെ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. ഇത് ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നത് പോലെയല്ല, മറിച്ച് നിലവിലുള്ള ഒരു വലിയ ബിസിനസ് തങ്ങളുടെ ഉൽപ്പന്ന ശ്രേണി വികസിപ്പിക്കുന്നത് പോലെയാണ്. വർഷങ്ങൾക്കിപ്പുറവും സെന്റർ ഫ്രഷ് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ചൂയിംഗ് ഗം ബ്രാൻഡുകളിലൊന്നായി തുടരുന്നു. കാലത്തിനനുസരിച്ച് അവർ പുതിയ ഫ്ലേവറുകളും പാക്കേജിങ്ങുകളും കൊണ്ടുവരുന്നുണ്ട്. പുതിയ തലമുറയ്ക്കിടയിലും സെന്റർ ഫ്രഷിന് വലിയ സ്വീകാര്യതയുണ്ട്. ഇത് അവരുടെ തുടർച്ചയായ ഗവേഷണത്തിന്റെയും വിപണന തന്ത്രങ്ങളുടെയും ഫലമാണ്. ചുരുക്കത്തിൽ സെന്റർ ഫ്രഷ് ഒരു സ്റ്റാർട്ടപ്പായിരുന്നില്ല, അത് ഒരു വലിയ ആഗോള കമ്പനിയുടെ ബുദ്ധിപരമായ നീക്കമായിരുന്നു. ഇന്ത്യൻ വിപണിയെ മനസ്സിലാക്കി ഒരു തനതായ ഉൽപ്പന്നം അവതരിപ്പിച്ച് പരസ്യങ്ങളിലൂടെ അത് ജനങ്ങളിലേക്കെത്തിച്ച് അവർ നേടിയെടുത്ത ഒരു വലിയ വിജയമായിരുന്നു അത്.